ഹലോ എവ്രി വൺ, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 29ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടു തീർക്കുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 52 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നോട്ട്സ് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 1500-ൽ പെഡ്രോ അൽവാരസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ എത്രാമത്തെ പോർച്ചുഗീസ് സംഘമാണ് കേരളത്തിൽ എത്തിയത്? രണ്ടാം പോർച്ചുഗീസ് സംഘം. 1500-ൽ പെഡ്രോ അൽവാരസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘമാണ് കേരളത്തിൽ എത്തിയത്. 1498-ല് വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ ഒന്നാം സംഘം എത്തി. അപ്പം ഗാമയുടെ പിന്തുടർച്ചക്കാരനായിട്ട് വന്ന ആളാണ് കബ്രാൾ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഹെൻറിക് വാൻഡീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഹെൻറിക് വാൻഡീഡ്. മാമാങ്കം കിളിപ്പാട്ട് എന്ന കൃതി രചിച്ചത് ആരാണ്? കാടഞ്ചേരി നമ്പൂതിരി. മാമാങ്കം കിളിപ്പാട്ട് എന്ന കൃതി രചിച്ചത് കാടഞ്ചേരി നമ്പൂതിരി. പെരുമാൾ തിരുമൊഴി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? കുലശേഖര ആൾവാർ. പെരുമാൾ തിരുമൊഴി എന്ന കൃതിയുടെ രചയിതാവ് കുലശേഖര ആൾവാർ. തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ. തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കേരള മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കേരള മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. ഒന്നാം EMS മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രി KR ഗൗരി. റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു KR ഗൗരിയമ്മ. മുഗൾ ഭരണകാലത്ത് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? അക്ബർ. മുഗൾ ഭരണകാലത്ത് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബർ ചക്രവർത്തിയാണ്. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച പ്രധാന നേതാക്കൾ ആരെല്ലാമാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച പ്രധാന നേതാക്കൾ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലുമാണ്. ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ലംബ വ്യത്യാസത്തെ എന്ത് വിളിക്കുന്നു? കോണ്ടൂർ ഇടവേള. ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ലംബ വ്യത്യാസത്തെ വിളിക്കുന്നത് കോണ്ടൂർ ഇടവേള എന്നാണ്. ഇന്ത്യയിൽ ഉഷ്ണമേഖലാ മുൾവനങ്ങൾ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് പ്രധാനമായും കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങൾ. ഇന്ത്യയിൽ ഉഷ്ണമേഖലാ മുൾവനങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലാണ്. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏതുതരം വനങ്ങളാണ് സംരക്ഷിക്കുന്നത്? ഉഷ്ണമേഖല മഴക്കാടുകൾ. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏതുതരം വനങ്ങളാണ് സംരക്ഷിക്കുന്നത്? ഉഷ്ണമേഖല മഴക്കാടുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ചെയർപേഴ്സൺ ആരായിരുന്നു? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ചെയർപേഴ്സൺ ആരായിരുന്നു? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ഒരു പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ എത്ര മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തണം? 6 മാസത്തിനുള്ളിൽ. ഒരു പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ 6 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തണം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 20. ആർട്ടിക്കിൾ 368.
കൂറുമാറ്റ വിരുദ്ധ നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 52-ാം ഭേദഗതി. ഇത് മുൻപൊരു ക്ലാസ്സിൽ സ്ലൈഡിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് വേറൊരു ഭേദഗതി 91 തോന്നുന്നു. അത് ഞാൻ പിന്നീട് കമന്റിൽ തിരുത്തിയിരുന്നു. ഇതുപോലെ അതിന്റെ തൊട്ടടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലും തെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തിരുത്തണം. കൂറുമാറ്റ നിരോധന നിയമം, ഒരു വിരുദ്ധ നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 52-ാം ഭേദഗതിയിലൂടെയാണ്. പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? ഗോലക്നാഥ് കേസ് 1967. പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഗോലക്നാഥ് കേസ് 1967. പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട 73-ാം ഭരണഘടനാ ഭേദഗതി ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 40. പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട 73-ാം ഭരണഘടനാ ഭേദഗതി ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 40. ഗദ്യരൂപത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം ഏതാണ്? വർത്തമാന പുസ്തകം. ഗദ്യരൂപത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണമാണ് വർത്തമാന പുസ്തകം. കൃഷ്ണപുരം കൊട്ടാരത്തിലെ പ്രസിദ്ധമായ ചുമർ ചിത്രത്തിന്റെ വിഷയം എന്താണ്? ഗജേന്ദ്ര മോക്ഷം. കൃഷ്ണപുരം കൊട്ടാരത്തിലെ പ്രസിദ്ധമായ ചുമർ ചിത്രത്തിന്റെ വിഷയം ഗജേന്ദ്ര മോക്ഷം. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം ഏതാണ്? കാറൽമാൻ ചരിതം. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം കാറൽമാൻ ചരിതം. സ്പോർട്സിൽ ബോഗി എന്ന പദം ഉപയോഗിക്കുന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടാണ്? ഗോൾഫ്. ഇപ്പൊ ഗോൾഫ് എന്ന കളിയുമായി, സ്പോർട്സ് ഇനമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേം ആണ് ബോഗി. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ഗ്രഹാം റീഡ്. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ഗ്രഹാം റീഡ്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ്? ലോസ് ആഞ്ചൽസ്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ലോസ് ആഞ്ചൽസ്. കമ്പ്യൂട്ടറിൽ CPU-വിനോട് ഏറ്റവും അടുത്തും വേഗതയേറിയതുമായ മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറി. കമ്പ്യൂട്ടറിൽ CPU-വിനോട് ഏറ്റവും അടുത്തുള്ളതും വേഗതയേറിയതുമായ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ദീർഘദൂര ആശയവിനിമയത്തിനും ഉയർന്ന ബാൻഡ് വിഡ്ത്തിനും ഏറ്റവും അനുയോജ്യമായ മാധ്യമം ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ. ദീർഘദൂര ആശയവിനിമയത്തിനും ഉയർന്ന ബാൻഡ് വിഡ്ത്തിനും ഏറ്റവും അനുയോജ്യമായ മാധ്യമം ഒപ്റ്റിക്കൽ ഫൈബർ. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം വേർതിരിക്കുന്ന 2 മലനിരകൾ ഏതൊക്കെയാണ്? നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളും. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം വേർതിരിക്കുന്ന 2 മലനിരകൾ ഏതൊക്കെയാണ്? നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ സർവീസ് ആരംഭിച്ച നഗരം കൊൽക്കത്ത. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ഫത്തേപൂർ സിക്രിയിൽ കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ആരാണ്? അക്ബർ ചക്രവർത്തി. ഫത്തേപൂർ സിക്രിയിൽ കോട്ട സമുച്ചയം സ്ഥാപിച്ചത് അക്ബർ. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ലാഹോറി ഗേറ്റ്. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ലാഹോറി ഗേറ്റ്.
ഫത്തേപൂർ സിക്രിയുടെ ഉയർന്ന കവാടമാണ് ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയുടേതാണ് ബുലന്ദ് ദർവാസ. ചെങ്കോട്ടയിലേക്കുള്ളത് ലാഹോറി ഗേറ്റ് ആണ്. ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ആരാണ്? ഔറംഗസേബ്. ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ഔറംഗസേബ് ആണ്. ആഗ്രയിൽ ഒരു മോത്തി മസ്ജിദ് ഉണ്ട്, അത് നിർമ്മിച്ചിട്ടുള്ളത് ഷാജഹാൻ ആണ്. ആഗ്രയിലെ മോത്തി മസ്ജിദ് ഷാജഹാൻ നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ആശാന്നോ അങ്ങനെ എന്തെങ്കിലും പഠിക്കാം. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ഏത് പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് പാസാക്കിയത്? മൗണ്ട് ബാറ്റൺ പദ്ധതി. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ഏത് പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് പാസാക്കിയിട്ടുള്ളത്? മൗണ്ട് ബാറ്റൺ പദ്ധതി. വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി.വി. കുഞ്ഞിരാമൻ. ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി.വി. കുഞ്ഞിരാമൻ. റഷ്യൻ വിപ്ലവകാലത്ത് പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ സംഘം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? സോവിയറ്റ്. റഷ്യൻ വിപ്ലവകാലത്ത് പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ സംഘം സോവിയറ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്കായി വാർഷിക ഗ്രാന്റ് അനുവദിച്ച ഭരണാധികാരി ആര്? ടിപ്പു സുൽത്താൻ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്കായി വാർഷിക ഗ്രാന്റ് അനുവദിച്ച ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ച വർഷം ഏതാണ്? 1903. ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ച വർഷം 1903. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908. NSS സ്ഥാപിച്ചത് ആര്? മന്നത്ത് പത്മനാഭൻ. 1914. NSS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. 1914. ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതി എന്താണ്? പ്രകൃതി ദുരന്തങ്ങൾ മൂലം പ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ ഇവയിൽ ഉൾപ്പെടില്ല. ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയാണ് പ്രകൃതി ദുരന്തങ്ങൾ മൂലം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ ഇവയിൽ ഉൾപ്പെടില്ല. അറബിക്കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റിനെ തമിഴ്നാട് ഭാഗത്തേക്ക് കടത്തിവിടുന്ന കേരളത്തിലെ ഭൂപ്രകൃതി ഏതാണ്? പാലക്കാട് ചുരം. അറബിക്കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റിനെ തമിഴ്നാട് ഭാഗത്തേക്ക് കടത്തിവിടുന്ന കേരളത്തിലെ ഭൂപ്രകൃതി ഏതാണ്? പാലക്കാട് ചുരം. കേരളം സന്ദർശിച്ച മാർക്കോ പോളോയും നിക്കോളോ കോണ്ടിയും ഏത് രാജ്യക്കാരായ സഞ്ചാരികളായിരുന്നു? ഇറ്റാലിയൻ സഞ്ചാരികൾ. ഇറ്റാലിയൻ സഞ്ചാരികളായിരുന്നു മാർക്കോ പോളോയും നിക്കോളോ കോണ്ടിയും. ഹിന്ദ് സ്വരാജ് എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. ഹിന്ദ് സ്വരാജ് എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചത് മഹാത്മാഗാന്ധി. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നറിയപ്പെടുന്നത് ആരാണ്? ജെഫ്രി ചോസർ. ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നറിയപ്പെടുന്നത് ജെഫ്രി ചോസർ. വിശ്വ സാഹിത്യ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്തനായ നാടകകൃത്ത് ആരാണ്? വില്യം ഷേക്സ്പിയർ. വിശ്വ സാഹിത്യ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്തനായ നാടകകൃത്ത് ആരാണ്? വില്യം ഷേക്സ്പിയർ. കുമാരനാശാന്റെ കരുണ എന്ന കാവ്യത്തിലെ നായികയുടെ പേരെന്താണ്? വാസവദത്ത. നായകന്റെ പേര് ഉപഗുപ്തൻ. കുമാരനാശാന്റെ കരുണ എന്ന കാവ്യത്തിലെ നായികയുടെ പേര് വാസവദത്ത. എന്റെ കഥ ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടി ഓർ കമലാ സുരയ്യ. എന്റെ കഥ ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടിയുടെ.
ഭരണഘടനയുടെ 21 അനുച്ഛേദ പ്രകാരം ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്ന മൗലികാവകാശം ഏതാണ്? വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും. ഭരണഘടനയുടെ 21 അനുച്ഛേദ പ്രകാരം ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്ന മൗലികാവകാശം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും. പല്ലിന്റെ പുറംഭാഗത്തുള്ള ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം ഏതാണ്? ഇനാമൽ. പല്ലിന്റെ പുറംഭാഗത്തുള്ള ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ചോദിച്ചാൽ ഇനാമലാണ്. ഇനി നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളാണ്. ചോദ്യം 1. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുവതികളെ നിങ്ങളെത്താൻ. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി വള്ളത്തോൾ, ഓപ്ഷൻ സി ഉള്ളൂർ, ഓപ്ഷൻ ഡി ചങ്ങമ്പുഴ. ചോദ്യം 2. പ്രശസ്ത കവി കടമ്മനിട്ട രാമകൃഷ്ണന്റെ ജന്മനാടായ കടമ്മനിട്ട ഏത് അനുഷ്ഠാന കലയ്ക്കാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ഓപ്ഷൻ എ തെയ്യം, ഓപ്ഷൻ ബി പടയണി, ഓപ്ഷൻ സി മുടിയേറ്റ്, ഓപ്ഷൻ ഡി തുള്ളൽ. ചോദ്യം 3. 1836 സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ചോദ്യം 4. മലയാളത്തിന് ആദ്യമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത PJ ആന്റണി അഭിനയിച്ച സിനിമ ഏതാണ്? ഓപ്ഷൻ എ ചെമ്മീൻ, ഓപ്ഷൻ ബി സ്വയംവരം, ഓപ്ഷൻ സി നിർമാല്യം, ഓപ്ഷൻ ഡി ഓളവും തീരവും. ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു ലൈക്ക് തരിക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് ഉപകാരപ്പെടും എന്ന ആളുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇതേ സമയത്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.